ക്യാൻവാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്കൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. പായസ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനൊരു വ്യത്യസ്തത കണ്ടതുകൊണ്ടാണ് എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അങ്ങനെ ചാനലിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകും. പായസ കേക്കിന് വേണ്ടിയിട്ട് പായസവും വേണം, കേക്കും വേണം. അപ്പം നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചതും 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് 2 ടീസ്പൂൺ ബട്ടർ ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ബട്ടർ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ഇത്രയും അടിച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് ആദ്യം അരിച്ചു വെച്ചേക്കണ ആ മൈദയുടെ കൂട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ആയിട്ട് ഇളക്കിയെടുക്കുക. സ്മൂത്തായിട്ട് ഒരു വശത്തേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ ഒന്നിച്ചിടാതെ 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാം. ഇതൊരു ഹാൻഡിലില്ലാത്ത ഒരു സോസ് പാനാണ് കേട്ടോ. ഇതിലാണ് ഞാൻ ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അലൂമിനിയത്തിൻ്റെ നല്ല കട്ടിയുള്ളൊരു സോസ് പാനാണ്. ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് നന്നായിട്ട് ഓയിലൊക്കെ കൊടുത്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തേക്കുന്ന പാത്രമാണ്. അലൂമിനിയത്തിൻ്റെ നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് വെച്ചേക്കണത്. അതിലേക്ക് ഒരു റിങ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പാത്രം കേക്ക് ടിൻ ഇറക്കി വയ്ക്കാം. പാത്രം മൂടി വെച്ച് ഒരു 45 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കോട്ടൺ തുണി ഇതിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ സൈഡിൽ കൂടെ എങ്ങാനും ചൂടൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പോവാതിരിക്കാൻ സഹായിക്കും. കേക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. നമുക്ക് പാൽപ്പായസമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിവിടെ സേമിയയുടെ ഒരു പായസം മിക്സ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഇത് അട വെച്ചും ഉണ്ടാക്കാം കേട്ടോ. കടായി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തതിന് ശേഷം പാലൊഴിക്കാം. ഇപ്പോൾ പഞ്ചസാര നല്ലോണം ബ്രൗൺ നിറത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഈ പായസക്കൂട്ടിൽ ആവശ്യമുള്ളത്. പാലൊഴിക്കുമ്പോൾ ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്. ആദ്യം കുറച്ച് ഒഴിക്കണം. അത് ചിലപ്പോൾ തിളച്ച് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് ഒന്നിച്ച് ഒഴിച്ചാൽ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഈ കപ്പിൽ ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കണ്ട കേട്ടോ. പാല് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കാം. ഇത് 250 ഗ്രാം സേമിയയാണുള്ളത്.
പായസം മിക്സ് ആയതുകൊണ്ട് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് മേക്കർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പായസം മിക്സ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം. സേമിയ ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കേക്കിന് പായസം ഉണ്ടാക്കുമ്പോൾ ഇത് സാധാരണ പായസം പോലെ ലൂസായിട്ടൊന്നും ഇരിക്കരുത്, കുറച്ച് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നല്ലതുപോലെ ഇപ്പോൾ അതേ നല്ലതുപോലെ പാലൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡുകൾ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡുകൾ ചേർത്തിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മുടെ കേക്ക് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ 45 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ ഇത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. എയർ ബബിൾസ് ടാപ്പ് ചെയ്തിട്ട് ശരിക്കും ഒന്നും പോയിട്ടില്ല. അതിൻ്റെ പുറത്തൊക്കെ എയർ ബബിൾസ് നിറച്ചുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നാലും കേക്ക് നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇതിനെ പാത്രത്തിൽ നിന്നും ഒന്ന് മാറ്റാം. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിറച്ച് എയർ ബബിൾസ് വന്നിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ടൊന്ന് അത് പോയിട്ടില്ല. എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണോട്ട് ഉണ്ടാക്കാനായിട്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്, കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം ആവശ്യം വന്നില്ല. ഇത്രയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്തിനാണ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് പക്ഷേ ഐസിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മെൽറ്റായി തുടങ്ങി. അതിനൊരു സൊല്യൂഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്ക് ക്രീം ചെയ്യാം. ഇതിലേക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് നമ്മൾ പായസത്തിൻ്റെ പാല് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഷുഗർ സിറപ്പാണ് സാധാരണ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് പായസത്തിൽ നിന്ന് പാലും ഈ സേമിയയും വേറെ വേറെ ആക്കി എടുക്കണം. അപ്പം ആ പാലാണ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് മിൽക്ക് മെയ്ഡുകൾ ചേർക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ക്രീം ഒന്ന് നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിന് മുകളിലായിട്ട് സേമിയ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ 3 ലെയറും ഒരേപോലെ തന്നെ ചെയ്യണം. ബാക്കിയുള്ള 2 ലെയറുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുകളിൽ വരുന്ന ഭാഗത്തിന് സേമിയ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മുകളിലത്തെ ലെയറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചതിന് ശേഷം നല്ല കട്ടിയിൽ തന്നെ ക്രീം ചെയ്തെടുക്കാം.
കേക്കിൻ്റെ സൈഡിലും കൂടെ ക്രീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസ കേക്കിൻ്റെ പണി പൂർത്തിയായി. കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ഡെക്കറേഷനാണ്. കേക്ക് ഡെക്കറേഷനൊന്നും എനിക്ക് ഒട്ടും വശമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്കൊന്ന് നോക്കാം. എന്നെ കൊണ്ട് അറിയാവുന്ന പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ക്രീമിലേക്ക് 2 തുള്ളി സ്ട്രോബെറി എസൻസും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതാണിത്. ഇത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് സേമിയ ഇതിൻ്റെ നടുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഒന്ന് സെറ്റാവാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫ്രിഡ്ജിൽ ഇരുന്നു കൊണ്ടാണോ എന്നറിയില്ല, ചെറിയൊരു ബലം വെച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എല്ലാവരും ഈ രീതിയിലൊരു കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു കേക്കാണല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.